ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് മാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ വാടിയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പകുതി എടുക്കുക. എന്നിട്ട് നമ്മൾ 5-6 ഗ്രാമ്പു ഇതേപോലെ ആ നാരങ്ങയ്ക്കകത്ത് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പല്ലി, അതേപോലെ തന്നെ കൊതുക്, ഈച്ച ഇങ്ങനെയൊക്കെയുള്ള ശല്യം നമുക്ക് കിച്ചണിലുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. കാരണം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും അങ്ങനെ ഒരു പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരത്തില്ല. കാരണം നല്ലൊരു മണമാണ് നാരങ്ങയുടെയും ഗ്രാമ്പൂവിൻ്റെയും കൂടെ ആകുമ്പോഴത്തേന് ഇതേപോലെ നമുക്ക് കിച്ചണിൽ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ സവാള അരിയുമ്പോഴത്തേന് കണ്ണെരിയും. അപ്പോൾ അതിന് മുമ്പായിട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു അരമണിക്കൂറോളം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പം നമ്മൾ അരിയുമ്പോഴത്തേന് എത്ര അരിഞ്ഞാലും കണ്ണെരിയത്തില്ല. അപ്പോൾ ഇതേപോലെ അരമണിക്കൂർ മുമ്പ് ഇട്ട് വെക്കുക. പിന്നെ നല്ല ചൂട് കഞ്ഞിവെള്ളമാണെങ്കിൽ നമ്മൾ ഇതേപോലെ കുട്ടികളാണേലും വലിയവരാണേലും കൊണ്ടുവന്ന കുപ്പിയുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള ആ ഇഴുക്കലും അതേപോലെ തന്നെ അതിനകത്തുള്ള ബാഡ് സ്മെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ അതിനകത്തുള്ള ഇഴുക്കലും അതെല്ലാം മാറിയിട്ട് കുപ്പി നല്ല മണമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് കഞ്ഞിവെള്ളം ഒഴിച്ച് ഷേക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. അതേപോലെ നമ്മുടെ സിങ്ക് ബ്ലോക്ക്, അതൊരു പ്രശ്നം തന്നെയാണല്ലേ. അപ്പം ഇതേപോലെ ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ വെറുതെ കളയുന്ന കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബ്ലോക്ക് നല്ലോണം ഉണ്ടെങ്കിൽ ഇതേപോലെ ആ കുപ്പി ഒന്ന് കമത്തി കൊടുക്കുക. ഇതേപോലെ നമ്മൾ ആ സിങ്കിനകത്ത് ഇതേപോലെ കമത്തിയിട്ട് എടുക്കുമ്പോഴത്തേനും വെള്ളം പോകുന്നുണ്ടെങ്കിൽ വലിയ ബ്ലോക്കൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്ത വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് സിങ്ക് ഒന്ന് തേച്ച് കഴുകിയെടുക്കാം. ഇനിയിപ്പം ഞാൻ സിങ്ക് തേച്ച് കഴുകിയെടുക്കാനായിട്ട് നാരങ്ങയും ഉപ്പുമാണ് എടുക്കുന്നത്. അപ്പോൾ പകുതി നാരങ്ങ മതിയാകും. എന്നിട്ട് കുറച്ച് ഉപ്പ് പൊടി, ഇപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കളയാം. ഇപ്പോൾ കണ്ടോ, പോകുമ്പോഴത്തേന് വെള്ളം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ വലിയ ബ്ലോക്ക് ഇല്ല. അപ്പം നമുക്ക് ആദ്യം സിങ്ക് തേച്ച് കഴുകുക. അപ്പം നാരങ്ങയും വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ അത് മതി. എന്നിട്ട് പൊടിയുപ്പ് അതും കൂടെ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നാരങ്ങ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഇതേപോലെ നമ്മൾ ചെയ്യുക. കാരണം നാരങ്ങയുടെ ആ ഒരു സ്മെല്ലും പ്രത്യേകിച്ച് ഉപ്പും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തു നിന്ന് വരുന്ന ചെറിയ പാറ്റ, ഉറുമ്പ്, അപ്പം അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. അതുമാത്രമല്ല, നമ്മൾ നാരങ്ങ വെച്ച് തേക്കുമ്പം ആ ഒരു സിങ്ക് സ്റ്റീലാണല്ലോ, അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുകയും ചെയ്യും. നല്ലൊരു മണമായിരിക്കും കിച്ചണിൽ. പിന്നെ ഉപ്പ് പൊടിയും കൂടെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം പോകുന്നത് അതിനകത്തോട് ആയതുകൊണ്ട് നമുക്ക് അതിനകത്തിൽ നിന്നുള്ള ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. പകുതി നാരങ്ങ മാത്രം മതി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഒരുപാടിട്ട് തേച്ച് കഴുകി സോപ്പ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാം. കാരണം നാരങ്ങ ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുക, അല്ലാത്തപ്പോൾ നമുക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ബ്ലോക്കൊക്കെ വരുന്നത്. അപ്പം ഇനി നമുക്ക് കഴുകി ഇറക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിനകത്ത് ഇടുന്നത് ഡ്രെയിൻ ക്ലീനർ എന്ന പൊടിയാണ്. കടയിലൊക്കെ അത് കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പം നമുക്ക് വലിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾ ഉള്ള സമയത്ത് ഇടരുത്, കുട്ടികൾ എടുക്കുന്ന സ്ഥലത്ത് വെക്കരുത്. ഭയങ്കര ഒരു എഫക്റ്റാണ് ഈ പൊടിക്ക്. അപ്പോൾ നമ്മളത് ഇടുമ്പം തന്നെ അതിനകത്തു നിന്നൊരു പുക വരും. കാരണം അത്ര ശക്തിയാണ്. ഇതിപ്പോൾ ഞാൻ വലിയ ബ്ലോക്കില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ഡ്രെയിൻ ക്ലീനർ എല്ലാ കടയിലും കിട്ടും. അപ്പോൾ വലിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് കുറച്ച് കൂടുതലങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ രാത്രി നമ്മൾ കിച്ചൺ ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കേണ്ടുള്ളതാണ്. ഇപ്പം അതിനകത്ത് നനവുള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ആ പൊടി അതിനകത്ത് ചെന്നിട്ട് അതങ്ങ് അലിഞ്ഞ് ഇറങ്ങിക്കോളും. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അലിഞ്ഞ് പോയിക്കോളും. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മൾ ക്ലീനാക്കി എടുത്താൽ മതി.
അപ്പം ഇതേപോലെ എൻ്റെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.